ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ ചക്കയുടെ സീസൺ അല്ലേ, അതുകൊണ്ട് തന്നെ ചക്കക്കുരു വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ചക്കക്കുരു പക്കോട, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ ഇത്രയും ചക്കക്കുരുവാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം 40ഓളം ചക്കക്കുരു ഉണ്ട്. ചെറിയ സൈസിലുള്ളതാണ് കേട്ടോ, അത്ര വലുതൊന്നുമല്ല, ചെറിയ ചക്കക്കുരുവാണ്. അപ്പോൾ ഇത് വേവിച്ചെടുത്തതാണ്. കുക്കറിൽ 3-4 വിസിൽ വരുന്നത് വരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തു വേവിച്ചെടുത്തതാണ്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അങ്ങനെ ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ പലർക്കും വരുന്ന ഡൗട്ടായിരിക്കും, ഇതിൻ്റെ ഈ ബ്രൗൺ കളർ ഭാഗം കളയണമെന്ന്. അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അത് കളഞ്ഞാലും ഇല്ലെങ്കിലൊക്കെ ടേസ്റ്റ് ഒരുപോലെയാണ്. അപ്പോൾ കളയാനൊന്നും നിൽക്കണ്ട. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഈ പുഴുങ്ങിയ ചക്കക്കുരു, വേവിച്ചെടുത്ത ചക്കക്കുരു ഒക്കെ ചേർത്തിട്ട് അരച്ചെടുക്കാം. അങ്ങനെ ചക്കക്കുരു അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടില്ലെങ്കിൽ അരക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് അരച്ചെടുക്കേണ്ടത്. നല്ല പേസ്റ്റ് പോലെ ആവണമെന്നില്ല, കുറച്ച് തരുതരുപ്പായിട്ട്. അതിൽ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ സവാളയാണ്. മീഡിയം സൈസിലൊക്കെ ഉള്ളതാണെങ്കിൽ 2 എടുക്കാം. സവാള നീളത്തിൽ അരിഞ്ഞതാണ്. അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് 1 ടീസ്പൂൺ ഗരം മസാലയാണ്. അപ്പോൾ ഗരം മസാല ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നുറുക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്. അടുത്തതായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചക്കക്കുരു വേവിക്കുന്ന സമയത്ത് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സമയം ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം, കൂടുതലായി പോകരുത്. ഇനി നമുക്ക് ഈ സവാളയും പച്ചമുളകും പൊടികളൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചക്കക്കുരു ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി കടലമാവ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചായിട്ട് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ കടലമാവൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 10 മിനിറ്റിന് ശേഷം അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയാണ്. നമ്മുടെ പക്കോട നല്ല ക്രിസ്പിയായി ഇരിക്കാൻ വേണ്ടിയിട്ട്, പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പിയായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. ടോട്ടൽ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പക്കോട കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒട്ടും ലേറ്റ് ആക്കേണ്ട, വേഗം തന്നെ പക്കോട തയ്യാറാക്കി തുടങ്ങാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ചൂടായ ഓയിലിലേക്ക് കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പക്കോടയാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട. പിന്നെ പക്കോട തയ്യാറാക്കുന്ന സമയത്ത് കൂട്ട് കുറച്ച് ഡ്രൈ ആയ പോലെയോ അല്ലെങ്കിൽ കയ്യിൽ പറ്റി പിടിക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളം ആക്കി കൊടുത്താൽ മതിയാകും. അതുപോലെ മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്, ഹൈ ഫ്ലെയിമിലൊന്നും ഇടാൻ പാടില്ല. അങ്ങനെ ആദ്യത്തെ പക്കോട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മുടെ ചക്കക്കുരു പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, കഴിക്കുമ്പോൾ ചക്കക്കുരുവാണെന്ന് തോന്നുകയേയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനലിൽ ചക്ക വെച്ചിട്ട് വേറെയും റെസിപ്പീസൊക്കെ ഉണ്ട്. ഇടിച്ചക്ക മഞ്ചൂരിയൻ, ചക്കക്കുരു മസാല, പിന്നെ ചക്കക്കുരുവിൻ്റെ ഷെയ്ക്കൊക്കെ ഉണ്ട്, അതുപോലെ ചക്ക പഴംപൊരിയുണ്ട്. അപ്പോൾ ഇതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ഈസി ടേസ്റ്റി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്